പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ശ്രീ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര ഇലക്ഷൻ ചൂടുപിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. നമസ്കാരം. മഹാരാഷ്ട്ര ഇലക്ഷൻ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. ജാർഖണ്ഡും പ്രധാനമാണ്. പക്ഷേ മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉള്ളതാണ്, ബോളിവുഡ് ഉള്ളതാണ്. ഏറ്റവും സാംസ്കാരികമായ സാമ്പത്തികമായ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ബോംബെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര. യഥാർത്ഥത്തിൽ പണ്ടത്തെ ബോംബെ സംസ്ഥാനത്തിൽ നിന്നാണ് ഇന്നത്തെ മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ ഉണ്ടായത്. അതായത് കേരളത്തിൽ തിരുവനന്തപുരവും എറണാകുളവും എന്ന് പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരവും കൊച്ചി എന്ന് പറയുന്ന പോലെയാണ്. തിരുവനന്തപുരമാണ് ഇതിന്റെ ഒഫീഷ്യൽ ക്യാപിറ്റൽ എങ്കിലും നമുക്കെല്ലാം അറിയാം കൊച്ചിയാണ്, എറണാകുളമാണ് കൂടുതൽ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഇക്കണോമിക് ക്യാപിറ്റൽ. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ഡൽഹിയും നമ്മുടെ കൊച്ചി മുംബൈയുമാണ് എന്ന് ആലങ്കാരികമായി പറയാം. അപ്പം അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ മുംബൈക്ക്. കാര്യം അവിടുത്തെ ഈവൻ മുനിസിപ്പൽ കോർപ്പറേഷന് സംസ്ഥാനങ്ങളെക്കാൾ ബഡ്ജറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. അതിശക്തരായ 4 പേരാണ് പോരാടുന്നത്. BJP, കോൺഗ്രസ്, NCP 2 വിഭാഗം, അതേപോലെ തന്നെ ശിവസേന 2 വിഭാഗം. അങ്ങനെ 4 ബിഗ് പ്ലെയേഴ്സ്, അതിൽ തന്നെ 2 പ്ലെയേഴ്സിന്റെ 2 ടീം വീതം. അപ്പൊ ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ട് ഷെഹസാദ എന്ന പേര് വിളിച്ച് വെല്ലുവിളിച്ചിരിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം വെല്ലുവിളിച്ചത് ബാലാസാഹേബ് താക്കറെ പ്രൈസ് ചെയ്യാൻ, പ്രശംസിക്കാൻ ഞാൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്നു എന്നാണ്. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം ശിവസേനയിൽ നിൽക്കുന്ന ഉദ്ധവ് താക്കറെയോട് നിൽക്കുന്ന വോട്ടർമാർ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവരോടൊപ്പമല്ല എന്ന് കരുതുകയും ഈ BJPയുടെ വിരുദ്ധ ക്യാമ്പിൽ, അതായത് ശിവസേന ഉദ്ധവ് താക്കറെ, രാഹുൽ ഗാന്ധി, NCP ശരത് പവാർ വിഭാഗത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാം എന്ന ഉദ്ദേശമാണ് പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നത്. മാത്രമല്ല അവിടുത്തെ ഈ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ, അല്ലെങ്കിൽ കുറച്ച് കടുപ്പമേറിയ ഹിന്ദുത്വ വോട്ടുകൾ, ബാലാസാഹേബ് താക്കറെയുടെ വോട്ടുകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളാണ് അതിന്റെ ലെഗസി എന്ന് പറയുകയും BJPയോട് അടുപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രം. അപ്പൊ രാഹുൽ ഗാന്ധി നമുക്ക് എല്ലാം അറിയുന്നത് പോലെ പലപ്പോഴും ലെഫ്റ്റ് ലിബറൽ, മതനിരപേക്ഷ ലെഫ്റ്റ് ലിബറൽ പൊസിഷൻ എടുക്കുന്ന വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞൊരു 100 ദിവസമായി രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റത്തിന് കാരണം അദ്ദേഹം മതസൗഹാർദ്ദ സെൻട്രിസ്റ്റ് പൊസിഷൻ എടുത്തു തുടങ്ങി, ഗാന്ധിയൻ നിലപാടെടുത്തു തുടങ്ങി എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു മുമ്പോട്ട് വന്നതിന്റെ പ്രധാന കാരണം. പരമശിവന്റെ ചിത്രമൊക്കെ ഉയർത്തിപ്പിടിച്ച് മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പഞ്ച് ഡയലോഗ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഫലനങ്ങളും പ്രതിധ്വനികളും ഉണ്ടാക്കി. അപ്പൊ രാഹുൽ ഗാന്ധി എന്ത് നിലപാടെടുക്കുമെന്ന് അറിയാൻ ആൾക്കാർക്ക് വലിയ കൗതുകമായിരുന്നു. രാഹുൽ ഗാന്ധി ഇന്നേ വരെ ട്വിറ്ററിൽ പോലും സോഷ്യൽ മീഡിയയിലൊന്നും ബാലാസാഹേബ് താക്കറെ സ്മരിച്ചിട്ടില്ല, ഓർത്തിട്ടില്ല. നരേന്ദ്രമോദിജിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെയും ഭാഗവുമായി ബാലാസാഹേബ് താക്കറെ സ്മരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു 12 വർഷത്തിൽ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് ചെയ്തു. പക്ഷെ ആ ട്വീറ്റിലും രസകരമായ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വീറ്റിലെ ട്വിസ്റ്റ്, രാഹുൽ ഗാന്ധി ബാലാസാഹേബ് താക്കറെ പ്രശംസിച്ചില്ല, പകരം ബാലാസാഹേബ് താക്കറെ ഓർക്കുന്നു, ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് താൻ എന്ന് പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തു, അതിൽ പകുതി വിജയിക്കുകയും ചെയ്തു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു കോർ കോൺസ്റ്റിറ്റ്യുവൻസിയായ ബാലാസാഹേബ് താക്കറെയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന മതനിരപേക്ഷം എന്ന് പറയപ്പെടുന്ന സോകോൾഡ് സെക്യുലർ എന്ന് വിളിക്കുന്ന ചേരി, അപ്പൊ ആ ചേരിയുടെ ആൾക്കാരെ വിഷമിപ്പിച്ചുമില്ല, എന്നാൽ ബാലാസാഹേബ് താക്കറെ സ്മരിക്കുകയും ചെയ്തു. ബാലാസാഹേബ് താക്കറെ ആണെങ്കിലും ഒരുപക്ഷെ ബാബറി മസ്ജിദ് ഒക്കെ അതിന്റെ തകർത്ത കാലത്ത് ബാബറി മസ്ജിദ് തകർത്ത ഞങ്ങളാണെന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ നിലപാട് തെറ്റായിരുന്നു. ഞാൻ മാതോശ്രീയിലൊക്കെ പോകാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടൊന്നും അല്ലാണ്. ഇപ്പം കാശ്മീരി പണ്ഡിറ്റുകളെ അദ്ദേഹം ഒരുപാട് പുനരധിവസിപ്പിക്കാൻ ഇനീഷ്യേറ്റീവ് എടുത്തു. അത് ബാലാസാഹേബ് താക്കറെയുടെ വളരെ നല്ലൊരു കാര്യമാണ്. മറാഠകൾക്കും ബോംബെക്കാർക്കും പലപ്പോഴും അവിടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ശക്തമായി വോയിസ് ഉയർത്തി എന്നുള്ളത് നല്ലതാണ്. അത് പോസിറ്റീവ് ആകുമ്പോൾ അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മലയാളികളടക്കം സൗത്ത് ഇന്ത്യക്കാരെ ആദ്യകാലങ്ങളിൽ ഒരുപാട് ഉപദ്രവിക്കുകയും മറ്റും ഉണ്ടായി. നമുക്കെതിരെ അടക്കം ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായി. ഇപ്പോഴും ബീഹാറികൾക്കെതിരെയൊക്കെ ഒരുപാട് ആക്രമണം പലപ്പോഴും ഈ ശിവസേനയുടെ ആദ്യകാലത്തെ ബാലാസാഹേബ് താക്കറെയുടെ ലൈൻ ഉള്ളവരാണ് പിന്തുടരുന്നത്. എങ്ങനെയാണ് നമ്മൾ നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി വിലയിരുത്തേണ്ടത്? ബാലാസാഹേബ് താക്കറെക്ക് പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ പോസിറ്റീവ്സ് പറയുക, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് പറയുക. അപ്പൊ രാഹുൽ ഗാന്ധിയെ അവിടെ വെല്ലുവിളിക്കുന്നത്, അവിടെ ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറാഠ പൊളിറ്റിക്സിന്റെ ഒരു ഹോട്ട് ബെഡ് ആണ്. അതായത് ഇന്ത്യയുടെ കഴിഞ്ഞ 100-500 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ മുഗൾ സാമ്രാജ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയത് ശിവാജി മഹാരാജാവാണ്. അദ്ദേഹം വളരെ ബഹുസ്വരവാദി ഒരു രാജാവായിരുന്നു. ഇന്നത്തെ തീവ്ര വലതുപക്ഷക്കാർ പറയുന്ന പോലെയല്ല. പരിശുദ്ധ ഖുറാനെയും ഒരു യുദ്ധത്തിനിടയിൽ കിട്ടുകയാണെങ്കിൽ അത് സുരക്ഷിതമായി മാറ്റിവെച്ചിട്ട് പോരാടണം എന്ന് തന്നെ പടയാളികളെ പഠിപ്പിച്ച വ്യക്തിയാണ്.
അപ്പോൾ ശിവാജി മഹാരാജാവിന് ഒരുപാട് മുസ്ലിം പട്ടാളക്കാരുണ്ടായിരുന്നു, അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ മുസ്ലിങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ശിവാജി മഹാരാജാവിന്റെ ഒക്കെ ലെഗസിയെ ചില ആൾക്കാർ ഈ തീവ്ര ഹിന്ദുത്വവൽക്കരണം നടത്തുന്നതാണ്. പക്ഷേ മറാഠകളാണ് മുഗൾ സാമ്രാജ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയത്. അപ്പൊ ഈ മറാഠ സാമ്രാജ്യത്തിന്റെ ആ ലൈനിലുള്ളവരാണ് ശിവാജി മഹാരാജാവ്, പിന്നീട് വന്ന ചില ബ്രാഹ്മിൺ റൂളേഴ്സ് ആയ പേഷ്വാസ്. യഥാർത്ഥത്തിൽ RSSന്റെ അടക്കം ഐഡിയോളജിക്കൽ ഒരു തുടക്കം ഇവിടത്തെ ബ്രാഹ്മണരിൽ നിന്നും മറ്റുമൊക്കെയാണ്. ആദ്യകാലത്തെ അവിടുത്തെ ദേശാഹസ്ത ബ്രാഹ്മണരിൽ നിന്ന്, അല്ലെങ്കിൽ അവിടുത്തെ കൊങ്കണി ലൈനേജ് ഉള്ള ബ്രാഹ്മണരിൽ നിന്ന്, ഈ ഒരു ലൈനേജിൽ നിന്നാണ് പലപ്പോഴും അവര് വരുന്നത്. അപ്പോൾ ആ പേഷ്വ ഹോട്ട്ബെഡ് ഉള്ള, ആ പേഷ്വ അടക്കമുള്ള ആ കോൺസ്റ്റുവൻസിയെ ആണ് യഥാർത്ഥത്തിൽ അവിടുത്തെ വളരെ സ്ട്രോങ് ആയ ഒരു മറാഠ കോൺസ്റ്റുവൻസി. അങ്ങനെ ആ മറാഠകൾക്കിടയിൽ, മറാഠകൾ പലപ്പോഴും OBC അടക്കമുള്ള കുൻബി വിഭാഗത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. അതിനോടൊപ്പം ബ്രാഹ്മണരും കൂടെ ചേരുകയും ചെയ്യുന്നതാണ് അവിടുത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ കോർ. ആ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഒരു കോറിനെ കുറെ കൂടെ മോഡറേറ്റ് ആയി തങ്ങളുടെ കൂടെ നിർത്തുകയാണ് ഉദ്ധവ് താക്കറെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നത്. മറുഭാഗത്ത് ഏകനാഥ് ഷിൻഡെയും അതേപോലെ ശ്രീ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസും ചെയ്യുന്നത്, ദേവേന്ദ്ര ഫട്നാവിസ് ബ്രാഹ്മണനാണ്, അപ്പൊ അദ്ദേഹം മറാഠികൾക്ക് അല്ലെങ്കിൽ മറാഠ പൊളിറ്റിക്സിലും വലിയ സ്വാധീനമുള്ള ആളാണ്. അങ്ങനെ അപ്പുറത്ത് വേറൊരു കമ്പയിൻ നിൽക്കുന്നു. ഇങ്ങനെയാണ് രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതിൽ ശരിയും തെറ്റൊന്നുമില്ല, ഇതാണ് പ്രാക്ടിക്കൽ റിയാലിറ്റി. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ കൗതുകം, ബാലാസാഹേബ് താക്കറെ രാഹുൽ ഗാന്ധി ഓർക്കുന്നതിന്റെ പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്, പ്രശംസിക്കാത്തതിന്റെ പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. അതിനെ ചലഞ്ച് ചെയ്താണ് നരേന്ദ്രമോദി മുമ്പോട്ട് വെച്ചത്. ആ നരേന്ദ്രമോദിയുടെ വെല്ലുവിളി രാഹുൽ ഗാന്ധി ഏറ്റെടുത്തു. എന്റെ സമീപനം അതിൽ ആരെയും തള്ളിക്കളയുന്നതിലോ തള്ളിപ്പറയുന്നതിലോ അല്ല, എല്ലാരെയും ചേർത്ത് നിർത്തുന്നതിലാണ് ഒരു രാഷ്ട്രം മുമ്പോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി പലപ്പോഴും സവർക്കറെ വളരെ മോശമായി പറയാറുണ്ട്, സവർക്കറെ ചില മോശമായ പദപ്രയോഗങ്ങൾ വിളിക്കാറുണ്ട്. എനിക്കത് പറയാൻ പോലും താല്പര്യമില്ല. പക്ഷേ നമ്മൾ മഹാത്മാഗാന്ധിയുടെ ലൈൻ എന്തായിരുന്നു? സവർക്കർ ജ്യേഷ്ഠനെയും അനുജനെയും ജയിലിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകാൻ അല്ലെങ്കിൽ ഫ്രീ ആക്കാൻ മഹാത്മാഗാന്ധി എഴുത്തുവരെ എഴുതിയിട്ടുണ്ട്. സവർക്കറുടെ നിലപാടിനോട് മഹാത്മാഗാന്ധിക്ക് എതിർപ്പായിരുന്നു. പക്ഷെ സവർക്കർ സഹോദരങ്ങളെ അടക്കം വിശാല രാജ്യ താല്പര്യത്തിന് വേണ്ടി നന്മയുടെ പാതയിലേക്ക്, മധ്യപാതയിലേക്ക്, സ്നേഹത്തിന്റെ പാതയിലേക്ക്, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രയോഗത്തിൽ പറഞ്ഞാൽ മൊഹബത്ത് കി ദുക്കാൻ, സ്നേഹത്തിന്റെ കടയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിലാണ് നന്മ. സവർക്കറെ ഏതെങ്കിലും എന്താ പറയുക ഷൂ എന്ന് വിളിച്ച് കളിയാക്കുന്നതിലല്ല, പകരം സവർക്കറുടെ അടക്കമുള്ള ആൾക്കാരെ വിശാല അർത്ഥത്തിൽ രാജ്യത്തിന് വേണ്ടി ചേർത്ത് നിർത്തി ഹിന്ദു മുസ്ലിം ഐക്യമെന്ന ആശയം മുമ്പോട്ട് വെച്ച്, മതസൗഹാർദ്ദവും ബഹുസ്വരതയും എന്ന ആശയം മുമ്പോട്ട് വെച്ച് പോകാൻ കഴിയും. ഇപ്പൊ രാഹുൽ ഗാന്ധി എന്തായാലും ശ്രീ നരേന്ദ്രമോദിയുടെ വെല്ലുവിളി പകുതി ഏറ്റെടുത്തു, അതിൽ വിജയിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹം പ്രശംസിക്കുമോ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി ബാലൻസ് ചെയ്ത് വിലയിരുത്തുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ആ പകുതി വെല്ലുവിളി ഏറ്റെടുത്ത കാര്യം പൊളിറ്റിക്കൽ സർക്കിൾസിൽ വലിയ ചലനമുണ്ടാക്കും. മഹാരാഷ്ട്ര ഇലക്ഷനെ അത് കാര്യമായി സ്വാധീനിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.